ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. വെൽക്കം ടു ദ വീഡിയോ. റൈസിന് വേണ്ടി 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അരി നന്നായി കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് റൈസ് ഒരു 80% വേവിച്ചെടുക്കാം. കുതിർത്ത് വെച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഓവർ കുക്കായി പോകാതെ പ്രത്യേകം നോക്കണം. ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. റൈസ് ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് കോരി മാറ്റാം. 2 മിനിറ്റ് സ്ട്രെയിൻ ചെയ്ത ചോറ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇല്ലെങ്കിൽ ആവിയിലിരുന്ന് പിന്നെ ഇത് വെന്തു പോകും. പ്ലേറ്റിലേക്ക് മാറ്റി ഫാനിൻ്റെ അടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. റൈസ് ഒന്നിലൊന്ന് തൊടാതെ കിട്ടിയാൽ മാത്രമേ ഫ്രൈഡ് റൈസ് നന്നായി കിട്ടൂ. ഫ്രൈഡ് റൈസിന് വേണ്ട ചിക്കൻ മാറിനേറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് സോയ സോസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യാം. പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാറിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട. ചിക്കൻ നന്നായി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായി 1 കപ്പ് ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തത്, 1 കപ്പ് സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, 1 കപ്പ് ബീൻസ് ചെറുതായി ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ചെറുതായി ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം, 1/2 ടീസ്പൂൺ ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, ഫ്രൈ ചെയ്ത ചിക്കൻ, ഉപ്പും കുരുമുളകും ഇട്ട് സ്ക്രാമ്പിൾ ചെയ്ത 2 മുട്ട. ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ചൈനീസ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത സവാള, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം ചേർത്ത് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഒരുപാട് വഴളണ്ട, ചെറുതായി ഒന്ന് വാടിയാൽ മാത്രം മതി. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസും ചേർക്കാം. ചില്ലി ഗാർലിക് സോസ് ഇല്ലെങ്കിൽ ചില്ലി സോസ് ചേർത്താലും മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി റൈസ് ചേർത്ത് കൊടുക്കാം. തീ വീണ്ടും ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇനി നമുക്ക് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യാം. സ്റ്റീലിൻ്റെ തവിയോ സ്പാച്ചുലയോ വെച്ച് മിക്സ് ചെയ്യാതെ സ്പാച്ചുലയോ തടിയുടെ സ്പാച്ചുലയോ വെച്ച് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് വേണം മിക്സ് ചെയ്യാൻ. ഇല്ലെങ്കിൽ റൈസ് പൊടിഞ്ഞു പോകും. ഓർക്കുക, തീ ഹൈ ഫ്ലെയിമിലായിരിക്കണം. റൈസ് എല്ലാം ഒരേ കളർ ആകുന്നത് വരെ പതിയെ ഫോൾഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.